സ്വന്തമാര് പേരെന്നാ? കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത്. കണ്ണോരത്ത് കൈദൂരത്ത് നീ സ്വപ്നം പോലെ പെയ്യും. നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ടൈമിൽ വന്ന് അങ്ങനെ ഒരു ഫ്രണ്ടായി സംസാരിച്ച് തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വർക്ക് ചെയ്തു. അങ്ങനെ പഠിച്ച ടൈമിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമ്മിറ്റഡ് ആയാലോ എന്നൊക്കെ. അപ്പം അങ്ങനെ കണ്ടു, സംസാരിച്ച് ഫ്രണ്ട്സായി. പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തു ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 8-9 വർഷമായി. ഇപ്പോൾ സക്സസ്ഫുള്ളി ഫാമിലി എല്ലാം സപ്പോർട്ട് ചെയ്ത്. പ്രപ്പോസിങ് വ്യത്യാസമായിരുന്നു. എല്ലാവരും ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ നമുക്ക് കമ്മിറ്റഡ് ആയാലോ, കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഫസ്റ്റിലേക്ക് പിന്നെ എല്ലാ പെൺപിള്ളേരും ഇങ്ങനെ വലപ്പിക്കുമല്ലോ, അതേപോലെ കുറേ വലപ്പിച്ചു. എന്നാലും നമുക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് വലപ്പിച്ചിട്ട് പറഞ്ഞു നോക്കാം, ഇപ്പോൾ എന്തായാലും പഠിക്കുന്ന ടൈമാണല്ലോ. പിന്നെ വലുതായി ഒരു ടൈം എത്തുമ്പോൾ, സ്റ്റേബിൾ ആവുന്ന ടൈം എത്തുമ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഞങ്ങൾ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് ചെന്നപ്പോഴാണ് കാണുന്നത്. കണ്ടു, ഇഷ്ടപ്പെട്ടു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്കൊരു ക്ലിക്ക് തോന്നി. ഞാനത് പ്രകടിപ്പിച്ചു. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഒരു 9 വർഷം 10 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു കണക്ഷനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അവസാനം കല്യാണത്തിൽ വരെ എത്തി. വീട്ടുകാർ സമ്മതിച്ചു, കാര്യങ്ങളെല്ലാം നടന്നു. സന്തോഷം. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പോൾ ഞാൻ വാശിയൊക്കെ പിടിച്ചിരുന്നാലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കാനൊക്കെയുള്ളൊരു മനസ്സൊക്കെ കാണിക്കും. ഭയങ്കര സ്നേഹമാണ്.